ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് എക്സ് പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് എക്സ് പാഡ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് എക്സ് പാഡിൽ 11 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 1200x1920 ആയിരിക്കും. പിന്നെ ഇതിൽ LCD പാനലായിരിക്കും വരിക. ഇപ്പം ഈ ഒരു ടാബ് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ടാബായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതും ഓക്കെയാണ് 15,000 രൂപയ്ക്ക് താഴെയൊക്കെ. പിന്നെ ഏകദേശം 83% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 440 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വന്നേക്കാം. പിന്നെ മെറ്റൽ യൂണി ബോഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ടാബിന്റെ ബ്ലാക്ക് കളർ വേരിയന്റും ബ്ലൂ കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ വേരിയന്റും ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G99 അൾട്ടിമേറ്റ് എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം 15,000 രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ എന്നും പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ 8GB റാമും 256GB ഇന്റേണൽ വരെയും വന്നേക്കാം. പിന്നെ ചില AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിന്റെ പിന്നിൽ 8 മെഗാപിക്സൽ ഒരു ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിലും 8 മെഗാപിക്സൽ ഒരു സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. അപ്പം തിരക്കുള്ളാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. അപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. കാരണം ടാബ് എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അത് തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. അത് തിരക്കേടില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 13 ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ടാബ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഈ ടാബ് ഏകദേശം 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈവൻ അതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ടും വന്നേക്കാം. ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സ് എക്സ് പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.